എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പാനാസോണിക് ഇൻവെർട്ടർ എ സിയുടെ ഒരു PCB ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എ സിക്കകത്ത് ഈ ഒരു എ സിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് H11 എന്നുള്ള ഒരു എറർ കോഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സർവീസ് എറർ കോഡ് ലിസ്റ്റിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ നമ്പർ H11 എന്നുള്ളത് ഇൻഡോർ ടു ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷൻ ഫോൾട്ട്. അതേ കണക്ക് തന്നെ നമുക്ക് ഇൻഡോറിനകത്ത് 2 ടൈം LED ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ഇത് മെഗ്മീറ്റിൻ്റെ കോംബോ ബോർഡാണ് വരുന്നത്. ഇൻഡോറിനകത്ത് മെഗ്മീറ്റ് PCB MIV50AP എന്ന് പറഞ്ഞ ബോർഡും ഔട്ട്ഡോർ യൂണിറ്റിനകത്ത് മെഗ്മീറ്റിൻ്റെ തന്നെ F1 PCB ആണ് ഈ ഒരു പാനാസോണിക്കിൻ്റെ എ സിക്കകത്ത് വരുന്ന ബോർഡുകൾ എന്ന് പറയുന്നത്. ഇത് മെഗ്മീറ്റ് കമ്പനിയുടെ കോംബോ ബോർഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഒരു ഓൺ ചെയ്തിട്ടിരുന്നു, പക്ഷേ ഇത് ഓൺ ചെയ്തിട്ട് കുറേ സമയം എടുത്തായിരിക്കും നമുക്ക് ആ എറർ വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് H11 എന്നുള്ള ഒരു എറർ കോഡ് വരുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു സ്പോട്ടിൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി അറിയാം, ആ LED 2 ടൈം ബ്ലിങ്കിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ല. എവിടെയാണ് ഇതിൻ്റെ ആ പ്രോബ്ലം വന്നിരിക്കുന്നത് എന്നാണ് നമ്മളിതിനകത്ത് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആദ്യം തന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഞാൻ പവർ അടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് മെയിൻ സ്വിച്ചും ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഇൻഡോറിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ RXും TXും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ 2 ഓപ്റ്റോ കപ്ലറിനും 2 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് സിഗ്നൽ ട്രാൻസിസ്റ്റേഴ്സുകളാണ് ഇതിനകത്ത് വരുന്നത്. നോർമൽ ട്രാൻസിസ്റ്ററുകളല്ല ഇവിടെ വരുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് വരുന്നത് സിഗ്നൽ ട്രാൻസിസ്റ്ററുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്ററിൽ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ട്രാൻസിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. കാര്യം അവിടെ സിഗ്നൽ ട്രാൻസിസ്റ്റർ ഇട്ടാൽ മാത്രമേ അതിനകത്ത് വർക്ക് ചെയ്യുള്ളൂ. ഇത് ഈ 2 ട്രാൻസിസ്റ്ററുകളും NP മാർക്കിംഗ് കോഡുള്ള ട്രാൻസിസ്റ്ററുകളാണ്. NP എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസിസ്റ്ററിനകത്ത് തന്നെ അതിൻ്റെ ബേസ് ടു കളക്ടറിലോട്ടും ബേസ് ടു എമിറ്ററിലോട്ടും ബേസിൽ നിന്നും 2 റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതിൻ്റെ ബേസിലോട്ട് കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഒരു റെസിസ്റ്റൻസ് വഴിയായിരിക്കും ഇതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് സപ്ലൈ എത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഒരു ട്രാൻസിസ്റ്ററിനകത്ത് തന്നെ 2 റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നതും. അതുകൊണ്ടിട്ട് ഇതിനെ സിഗ്നൽ ട്രാൻസിസ്റ്ററുകളെന്നും നമുക്ക് പറയാം. കാര്യം ഇത് ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ഇതിന് പകരമായിട്ട് മറ്റ് സാധാ ട്രാൻസിസ്റ്ററുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ആ രീതിക്ക് നമ്മൾ പിന്നെ വെളിയിൽ നിന്നുള്ള റെസിസ്റ്റൻസ് മൂലം കണക്ഷൻ കൊടുക്കേണ്ടി വരും ട്രാൻസിസ്റ്ററിലോട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ് പ്രശ്നമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇവിടെ ഈ വാക്സ് കോട്ടിംഗ് ഒക്കെ മാറ്റിയിട്ട് ഓരോരോ ടെസ്റ്റിംഗ് പോയിൻ്റ് ഉണ്ടാക്കാം. നമ്മൾ റിസീവിങ് മോഡിലുള്ള ടെസ്റ്റിംഗ് പോയിൻ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് ട്രാൻസ്മിഷൻ ടെസ്റ്റിംഗ് പോയിൻ്റ്. നമുക്കൊരു ഗ്രൗണ്ട് വേണം. അപ്പോൾ ഗ്രൗണ്ട് ഇവിടെ നിന്ന്
ഓക്കെ, ആദ്യം നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയെന്ന്. അതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ നമ്മൾ വോൾട്ടേജ് മോഡിലിടുക. ഇതൊന്ന് പവർ ഓൺ ചെയ്യുക. പവർ ഓൺ ചെയ്തപ്പോൾ അവിടുത്തെ LED കത്തിയിട്ടുണ്ട്. ഞാൻ ഇൻഡോറിൻ്റെ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ടിൽ വയ്ക്കുകയാണ്. ഇവിടുത്തെ ട്രാൻസ്മിഷൻ ലൈന് ചെക്ക് ചെയ്യാണ്. ട്രാൻസ്മിഷൻ ലൈനിൽ വോൾട്ടേജ് ഒന്നും തന്നെ ഇല്ല. അല്ല, റിസീവിങ് ലൈനിലാണ് വോൾട്ടേജ് ഒന്നും ഇല്ലാത്തത്. ട്രാൻസ്മിഷനിൽ ഫ്ലക്ച്വേഷൻ നടക്കുന്നുണ്ട്, അതായത് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ആ ഫ്ലക്ച്വേഷൻ നമ്മൾ കാണുന്നത്. അതായത് ഞാനിപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലാണ് ചെക്ക് ചെയ്തത്. അവിടെ നമുക്ക് ആ ട്രാൻസ്മിഷനിലുള്ള ആ ഒരു വോൾട്ടേജ് അവിടെ വരുന്നുണ്ട്. നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ടത് ഇൻഡോറിലാണ്. ഇൻഡോറിനകത്ത് കറക്റ്റായിട്ട് ആ ഒരു ഡേറ്റ റിസീവിങ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇൻഡോർ PCB ബോർഡ്. അപ്പോൾ ഇൻഡോറിനകത്ത് ഈ 2 ഒപ്റ്റോ കപ്ലറാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് റിസീവിങ്ങും ഇത് ട്രാൻസ്മിഷനും. അപ്പോൾ റിസീവിങ്ങിൽ നമുക്ക് എത്ര വോൾട്ട്, ഓക്കെ, ഇവിടെ ആ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ചെയ്യുന്നുണ്ട്, അതായത് റിസീവിങ് മോഡിൽ. അതിൻ്റെ ട്രാൻസ്മിഷനിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെയും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡോറിൽ റിസീവ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഔട്ട്ഡോറിലോട്ട് പോകാം. അപ്പോൾ ഔട്ട്ഡോറിൽ നമ്മൾ നേരത്തെ ട്രാൻസ്മിഷൻ നോക്കിയായിരുന്നു. ട്രാൻസ്മിഷൻ ലൈന് ഇവിടുത്തെ ട്രാൻസ്മിഷൻ ലൈനുള്ള ആ ഒരു ഫ്ലക്ച്വേഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് കണക്ക് നമുക്കിവിടെ റിസീവിങ്ങിൽ നോക്കാം. റിസീവിങ്ങിൽ റിസീവ് ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രോപ്പറായിട്ട് റിസീവിങ് ആകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസീവിങ് ഒപ്റ്റോ കപ്ലറിൻ്റെ LED സൈഡിൽ കറക്റ്റായിട്ടുള്ള ഒരു വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇതിൻ്റെ ഓപ്പോസിറ്റ് ട്രാൻസിസ്റ്റർ സൈഡ് കറക്റ്റായിട്ടുള്ള ഒരു വേരിയേഷൻ നടക്കുന്നില്ല. ഒന്നേ ഇതിൻ്റെ ഈ ഒരു ഒപ്റ്റോ കപ്ലർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസിസ്റ്റർ ഡാമേജ് ആയിട്ടുണ്ട്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് 1 by 1 റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ആദ്യം ഞാനിതൊന്ന് പവർ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഡിസ്ചാർജ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ചാർജ് കപ്പാസിറ്റർ ചാർജ് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ഒപ്റ്റോ കപ്ലറിനകത്തുനിന്ന് മാറാൻ പോവുകയാണ്.
എന്നിട്ട് ഇവിടെ ഒരു പുതിയ ഒപ്റ്റോ കപ്ലർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഒരു പുതിയൊരു ഒപ്റ്റോ കപ്ലർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഓൺ ചെയ്ത് നമുക്ക് ആ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. നേരത്തെ ഇവിടെ ഈ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ നമുക്കില്ലായിരുന്നു, ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ അത് ഒരു 3.2 കയറി വരുന്നില്ല. അപ്പോൾ നേരത്തെ ഇല്ലാതിരുന്ന ആ ഒരു റിസീവിങ് മോഡിൽ ഉള്ള ആ ഒരു വോൾട്ടേജ് വ്യത്യാസം നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഈ ഒരു ലൈനിലോട്ടുള്ള റിസീവിങ് മോഡ് ഓണായെന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ട് കൊടുക്കണം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഔട്ട്ഡോർ ബോർഡിലുള്ള ഈ ഒരു പവർ സ്വിച്ച് അടിച്ച് ഇത് ഓഫ് ചെയ്യുക, ഡിസ്പ്ലേ ഓഫ് ചെയ്യുക, എന്നിട്ട് മെയിൻ സപ്ലൈ ഓഫ് ചെയ്തു. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ടിൽ തന്നെ നമുക്ക് പിന്നെ ഔട്ട്ഡോർ ഫാൻ മോട്ടറും കംപ്രസറും എടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഔട്ട്ഡോറിലുള്ള ഈ ഒരു LED പിന്നെ ഓഫ് ആവുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഓഫ് ആയിട്ടുണ്ട്, റിലേ അടിച്ചിട്ടുണ്ട്. ഇനി തിരിച്ച് നമ്മൾ മെയിൻ സപ്ലൈ ഓൺ ചെയ്യുക. ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. LED കത്തി, റിലേ അടിച്ച്. ഇനിയിപ്പോൾ ഡിസ്പ്ലേ ഓഫാണ്, സ്റ്റാൻഡ് ബൈയിലാണ്. സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്. ഇൻഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. ഔട്ട്ഡോർ ഓക്കെ, ഔട്ട്ഡോർ മോട്ടറും ഫാൻ മോട്ടറും എടുത്തിട്ടുണ്ട്. കംപ്രസറും സ്റ്റാർട്ടായി. അതായത് നമ്മുടെ കംപ്രസർ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേണക്ക് കമ്മ്യൂണിക്കേഷൻ എറർ കിട്ടുമ്പോഴത്തേക്കും 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യണം. ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 PCBയും ഓൺ ആവുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഔട്ട്ഡോർ PCB ഓൺ ആവാതിരുന്നാലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ എറർ വരും. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ എറർ വരും. മെയിൻ IC കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ എറർ വരും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച്, ഈ ഒരു ബോർഡിനെ സംബന്ധിച്ച് നമുക്ക് ബോർഡ് പവർ ഓൺ ആവുന്നുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ലൈനിലായിരുന്നു പ്രോബ്ലം. അപ്പോൾ ആ ഒരു എങ്ങനെയാണ് അത് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എവിടെയാണ് ഫോൾട്ട് വന്നതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഒപ്റ്റോ കപ്ലർ മാറിയത്. ഈ ഒപ്റ്റോ കപ്ലർ മാറിയിട്ടും വർക്ക് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്റർ മാറേണ്ടി വന്നേനെ. ഇപ്പോൾ ആ ട്രാൻസിസ്റ്റർ മാറേണ്ടി വന്നില്ല, നമുക്ക് അതിന് ഈ ഒപ്റ്റോ കപ്ലർ മാത്രമാണ് ഇതിനകത്തുള്ള ആ ഒരു ഫോൾട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഔട്ട്ഡോർ ഫാൻ മോട്ടർ എടുക്കുന്നുണ്ട്, കംപ്രസർ എടുക്കുന്നുണ്ട്. ഈ ഒരു ബോർഡ് പഴയത് കണക്ക് തന്നെ വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡ് ബൈയിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.